നമുക്കറിയാവുന്ന ഒരു വളരെ ഫേമസ് ആയ ഇന്ത്യൻ ക്രിക്കറ്റർ ഒരാളെ കൊന്ന് ജയിലിൽ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതേപോലെ വേറൊരു വേൾഡ് കപ്പ് ഹീറോ ജാതി ബേസ് ചെയ്ത് സംസാരിച്ചതുകൊണ്ട്, അതായത് താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതുകൊണ്ട്, താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് പുച്ഛിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ക്രിക്കറ്ററിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ ജയിലിൽ പോയിട്ടുള്ള നമുക്കറിയാവുന്ന വളരെ ഫേമസ് ആയ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ്, IPL പ്ലെയേഴ്സ് ആരൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബട്ട് അതൊക്കെ നമ്മൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇത് മൊത്തം 10 പേരുള്ള ലിസ്റ്റാണ്. നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് പേഴ്സൺ ആരാന്ന് വെച്ചാൽ നമ്മുടെ യുവരാജ് സിംഗ്. മുംബൈയിൽ കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും അറിയാമല്ലോ, ഈ കോവിഡിന്റെ സമയത്ത് ആർക്കും പുറത്തു പോകാൻ പറ്റത്തില്ല, കറങ്ങാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ആ സമയത്ത് ഇവർ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യുവരാജ് സിംഗും ചഹാലും രോഹിത് ശർമ്മയും ഒരു ലൈവ് വീഡിയോ കോളിൽ കയറി. ആ ലൈവ് വീഡിയോയില് യുവരാജ് സിംഗ് ചഹാലിന്റെ കാസ്റ്റിനെ കളിയാക്കുന്നു. ചഹാൽ ഒരു ബാക്ക്വേർഡ് കാസ്റ്റിനെ ചേർന്ന ഒരാളാണ്. സോ അത് വെച്ച്, അതായത് ജാതി വെച്ച് കാഷ്വലി ചഹാലിനെ കളിയാക്കി. ചഹാലും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ആ കോളൊക്കെ കഴിഞ്ഞ് അവരങ്ങ് പോയി. ബട്ട് അത് ലൈവ് ആയതുകൊണ്ട്, അതായത് ലൈവ് കോൾ ആയിരുന്നു, ലൈവ് വീഡിയോ ആയിരുന്നത് കൊണ്ട് എല്ലാവരും ആ വീഡിയോനെ, ആ സെക്ഷൻ, ആ പോർഷനെ കട്ട് ചെയ്ത് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ ഇട്ടിട്ട് ആ വീഡിയോ അങ്ങ് വൈറലായി. യുവരാജ് സിംഗ് ഇത്രയും മോശമായിട്ട് സംസാരിക്കുമോ, ഇതെന്തോ ഇയാൾ ഇങ്ങനെ ജാതിയൊക്കെ വെച്ചിട്ട് ഇത്രയും താഴ്ത്തി സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ കേസുകൾ അദ്ദേഹത്തിനെതിരെ വന്നു. ഫൈനലി അദ്ദേഹത്തെ ഹരിയാന പോലീസ് പൊക്കിയിട്ട് 3 മണിക്കൂർ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നെ ബെയിലൊക്കെ വാങ്ങിച്ചിട്ടാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്തത് തന്നെ. നമ്മൾ വേൾഡ് കപ്പ് വിജയിച്ചതിന് ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് യുവരാജ് സിംഗ്. ബട്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? നമ്മുടെ ലിസ്റ്റിൽ സെക്കൻഡ് പേഴ്സൺ സുരേഷ് റൈനയാണ്. 2020 ലോക്ക്ഡൌൺ ടൈമിൽ, അതായത് ഇന്ത്യ ഈ കോവിഡിന്റെ പീക്ക് സമയത്ത്, അതായത് ആരും പുറത്തിറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമയത്തില്ലേ, ആ സമയത്ത് സുരേഷ് റൈന എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മുംബൈയിൽ എയർപോർട്ടിന്റെ അടുത്ത് ഒരു വലിയ പാർട്ടി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു, ഒരു പബ്ബില്. അപ്പൊ സുരേഷ് റൈനയും ആ പാർട്ടിക്ക് പോയി. ആ പാർട്ടി നടന്നുകൊണ്ടിരുന്ന ഇടയ്ക്ക് പോലീസ് വന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. കാരണം അപ്പൊ ഈ കോവിഡ് ഇങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന ഒരു സമയമാണ്. ആരും പുറത്തിറങ്ങല്ലേ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാർട്ടിക്ക് പോവുക എന്നത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. സോ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സുരേഷ് റൈനയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് നമ്മുടെ ലിസ്റ്റിലുള്ളത് നമ്മുടെ ധോണിയാണ്. ബട്ട് ധോണിയെ അറസ്റ്റ് ചെയ്തില്ല. ബട്ട് ഇപ്പോൾ അറസ്റ്റ് ആവും എന്ന ആ ഒരു അറ്റം വരെ എത്തി. അതായത് ഉറപ്പായിട്ടും അറസ്റ്റ് ആകും എന്ന ആ ഒരു ലെവൽ വരെ എത്തിയായിരുന്നു. എന്താ കേസ് എന്ന് വെച്ചാൽ മാച്ച് ഫിക്സിംഗ് കേസ് തന്നെയാണ്. സമ്പത്ത് കുമാർ എന്നൊരു പോലീസ് ഒഫീഷ്യൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ശ്രീശാന്ത് മാത്രമല്ല മഹേന്ദ്ര സിംഗ് ധോണിയും ഈ മാച്ച് ഫിക്സിംഗിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ധോണി തന്നെ ഡയറക്റ്റ് ആയിട്ട് മാച്ച് ഫിക്സിംഗിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നൊക്കെ കുറെ ഇന്റർവ്യൂസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് സമ്പത്ത് കുമാർ ധോണി ഫിക്സിംഗ് എന്ന് പറഞ്ഞ് ചുമ്മാ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. ആ ഇന്റർവ്യൂലൊക്കെ ഉറപ്പായിട്ടും ധോണിനെ അറസ്റ്റ് ചെയ്യും എന്ന് അദ്ദേഹം ഇങ്ങനെ തറപ്പിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ പിന്നീട് ആ ധോണി അറസ്റ്റ് ചെയ്തുമില്ല. ആ കേസ് എവിടെ പോയെന്ന് നമുക്കറിയത്തില്ല. ഫോർത്ത് വൺ ആരാന്ന് വെച്ചാൽ അലക്സ് ഹെയിൽസ് ആൻഡ് ബെൻ സ്റ്റോക്സ്. ഇൻഫാക്ട് ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിന് ഒരു വേൾഡ് കപ്പ് ജയിച്ചു കൊടുത്തിട്ടുണ്ട്. സോ അവർ രണ്ടുപേരും ക്രിക്കറ്റേഴ്സ് ആണ്. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു പബ്ബിൽ പോയപ്പോൾ അവിടെ വന്നിരുന്ന വേറെ 2 ഗേ കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നിരുന്ന അതേ പബ്ബിൽ വന്നിരുന്ന വേറെ 2 പേര് ഈ ഗേ കപ്പിളിനെ കളിയാക്കുന്നു. ദേഷ്യം വന്നിട്ട് ഈ അലക്സ് ഹെയിൽസും ബെൻ സ്റ്റോക്സും ഒന്നിച്ച് ഇറങ്ങി അങ്ങ് അടിച്ചു. പിന്നെ പ്രശ്നം വലുതായി, പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ 4 മാസം കേസ് നടന്നു. ആൻഡ് ഫൈനലി ദേ വർ ഫൗണ്ട് ഗിൽറ്റി. പബ്ലിക് പ്ലേസിൽ അടി ഉണ്ടാക്കിയതിന് ദേ വേർ ഫൗണ്ട് ഗിൽറ്റി. ബട്ട് അവർക്ക് ശിക്ഷയൊന്നും കിട്ടിയില്ല. കാരണം അവർ വേറെ 2 ഗേ കപ്പിളിനെ കളിയാക്കിയത് കൊണ്ടാണല്ലോ ഇവർ ചോദിക്കാൻ പോയത്. അങ്ങനെയാണ് അടിയായത്. അതുകൊണ്ട് കോടതി പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ല. ബട്ട് ഒരു വാർണിംഗ് മാത്രം കൊടുത്തിട്ട് അങ്ങ് വിട്ടു. ഫിഫ്ത്ത് വൺ ആരാന്ന് വെച്ചാൽ നമ്മുടെ ഫേമസ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോളർ അമിത് മിശ്ര.
ഇദ്ദേഹം 2015 ഒരു ഫ്രണ്ടിന്റെ കൂടെ ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. ആ ഫ്രണ്ട് ഒരു സ്ത്രീയാണ്. അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം അങ്ങ് വലുതായി. ആള് കൈ കിട്ടിയതൊക്കെ വെച്ച് അങ്ങ് അടിക്കുന്നു. അതും സാധാരണ അടിയല്ല, ശരിക്കും അടിച്ചു ആ സ്ത്രീനെ. ഈ കെറ്റിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ വെള്ളം ചൂടാക്കുന്ന കെറ്റിൽ, ആ കെറ്റിലൊക്കെ വെച്ച് അടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ കെറ്റിലൊക്കെ വെച്ച് അടിച്ചു. അത്രയും വലിയ അടിയായി. ഫൈനലി ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു. ഒരു സ്ത്രീനെ തല്ലിയത് കൊണ്ട് അപ്പൊ തന്നെ പോലീസ് വന്നു, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് ഇന്ററോഗേഷൻ നടത്തുന്നു. ബട്ട് എന്നാലും ഈ കേസ് അങ്ങനെ നിന്നില്ല. എങ്ങനെയും പറഞ്ഞ് ഒതുക്കി. ഇപ്പോ അമിത് മിശ്ര പുറത്താണ്. ഇപ്പൊ IPL ഒക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റില് 6th വൺ വെയിൻ പാർണൽ എന്ന RCB പ്ലെയർ ആൻഡ് രാഹുൽ ശർമ്മ എന്ന ഇന്ത്യയുടെ ബോളർ. രണ്ടുപേരും പൂനെ വാരിയേഴ്സിന് വേണ്ടി കളിക്കുന്ന സമയത്ത്, പൂനെ വാരിയേഴ്സ് അറിയാത്തവർക്ക് അത് 2012 ഉണ്ടായിരുന്ന ഒരു ടീമാണ്. സോ ആ ടൈമിൽ ഇവർ രണ്ടുപേരും അടുത്തുള്ള ഒരു പബ്ബിൽ പോയായിരുന്നു. അവിടെ സർപ്രൈസിംഗ്ലി പോലീസ് ചെക്കിങ്ങിന് വന്നു. ചെക്ക് ചെയ്തപ്പോ കുറെ പേർ അവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇവരെയും പൊക്കി. നിങ്ങൾ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോ ഇല്ല, ഞങ്ങൾ ഡ്രഗ്സ് അടിച്ചിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു. ബട്ട് എന്നാലും പോലീസിന് വിശ്വാസമായില്ല, പോലീസ് പൊക്കി. ആ സമയത്ത് രാഹുൽ ശർമ്മ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, ഞാൻ ഡ്രഗ് അടിച്ചിട്ടുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്താല് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതേ നിർത്തും എന്ന് പറഞ്ഞായിരുന്നു. ബട്ട് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ആള് ഡ്രഗ് അടിച്ചിട്ടുണ്ട് എന്ന് പ്രൂവ് ആയി. അതിനുശേഷം അദ്ദേഹവും അങ്ങനെ വലുതായിട്ടൊന്നും ക്രിക്കറ്റ് കളിക്കാനൊന്നും വന്നില്ല. ബട്ട് എന്നാലും വെയിൻ പാർണൽ കഴിഞ്ഞ വർഷവും RCBക്ക് വേണ്ടി കളിച്ചായിരുന്നു. നമ്മുടെ ലിസ്റ്റില് 7th വൺ ആരാന്ന് വെച്ചാല് നവ്ജോത് സിംഗ് സിദ്ധു. ഇദ്ദേഹം 1980 ഒരു റോഡ് ക്രോസിംഗിൽ ആർക്കും പോകാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ കാർ പാർക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പൊ പുറകെ വന്ന വേറൊരു കാറുകാരൻ കാറിങ്ങനെ റോഡിൽ വെച്ചാൽ എങ്ങനെയാണോ എടുത്ത് മാറ്റോ എന്ന് പറഞ്ഞപ്പോ, ഞാൻ ആരാന്ന് തനിക്ക് അറിയാവടോ, ഞാൻ എത്ര വലിയ ക്രിക്കറ്ററാന്ന് തനിക്ക് അറിയാവടോ എന്നൊക്കെ പറഞ്ഞിട്ട് റോഡിൽ വെച്ച് തന്നെ പ്രശ്നമായെന്ന് മാത്രമല്ല, വഴക്കായി, അവസാനം അടിയായി. അങ്ങനെ ഈ നവ്ജോത് സിംഗ് ആ മറ്റേ ആളിനെ കണ്ടിന്യൂസ് ആയിട്ട് തലയിൽ തന്നെ അടിച്ചടിച്ച് അവസാനം ആള് ബോധം കിട്ടങ്ങ് വീണെന്ന് മനസ്സിലായപ്പോ ഇവരങ്ങ് പേടിച്ചു പോയി. ഇവർ പെട്ടെന്ന് എവിടെ വെച്ചാൽ ഈ നവ്ജോത് സിംഗും അദ്ദേഹത്തിന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും കാറി കയറി അപ്പൊ തന്നെ അവിടെ എസ്കേപ്പ് ആയി. പിന്നീട് നാട്ടുകാർ ആ മറ്റേ ആളിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചുപോയായിരുന്നു. സോ നവ്ജോത് സിംഗ് സിദ്ധു ആണ് കൊന്നേ എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തു, അദ്ദേഹത്തെ അറസ്റ്റും ചെയ്തു. അപ്പൊ നവ്ജോത് സിംഗ് പറഞ്ഞു അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചുപോയത്, അല്ലാതെ ഞാൻ അടിച്ചത് കൊണ്ടല്ല എന്ന് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചായിരുന്നു. ആൻഡ് ഫൈനലി നവ്ജോത് സിംഗ് സിദ്ധു ബീങ് നവ്ജോത് സിംഗ് സിദ്ധു, അദ്ദേഹം അന്ന് ഒരു വലിയ ക്രിക്കറ്റർ ആയിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പോളിറ്റിക്സിലും ഉണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിലും ഉണ്ടായിരുന്നു, അതേപോലെ BJPയിലും ഉണ്ടായിരുന്നു. സോ 2 പാർട്ടിയിലും ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് ആ കേസ് ഫൈനലി ഒന്നുമില്ലാതായിപ്പോയി. 8th വൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീശാന്ത് ആണ്. ശ്രീശാന്ത് രാജസ്ഥാൻ റോയൽസിന് കളിക്കുന്ന സമയത്ത് മാച്ച് ഫിക്സിംഗ് ചെയ്തതിന് ആളെ പൊക്കി തീഹാർ ജയിലിൽ അങ്ങിട്ടു. ബട്ട് ഇന്ന് വരെ ശ്രീശാന്ത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രീശാന്ത് മാച്ച് ഫിക്സിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കേസ് എടുത്ത് ആളെ പിടിച്ച് ജയിലിൽ വരെ ഇട്ടു. തീഹാർ ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീശാന്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി തടവുകാരൊക്കെ ആരായിരുന്നു എന്ന് വെച്ചാൽ കൊലപാതകം ചെയ്ത ആൾക്കാർ, ഗഞ്ചാടിക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. പിന്നീട് ശ്രീശാന്ത് റിലീസായതിനു ശേഷം ഇന്റർവ്യൂസിലൊക്കെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എന്നെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യാണ്, ചുമ്മാ ശല്യം ചെയ്യും, ടോർച്ചർ ചെയ്യും, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുമായിരുന്നു. ബട്ട് ഇപ്പോ ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു വന്നതിൽ സമാധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റിൽ 9th വൺ ആരാന്ന് വെച്ചാൽ, ഈ ലോകത്ത് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാടിന്റെ പ്രൈം മിനിസ്റ്റർ ആയ ക്രിക്കറ്റർ വേറെ ആരുമല്ല, ഇമ്രാൻ ഖാൻ ആണ്. സോ പാകിസ്ഥാൻ പ്ലെയർ ആയ, പാകിസ്ഥാന് വേൾഡ് കപ്പ് നേടി തന്ന ഇമ്രാൻ ഖാനിന് പാകിസ്ഥാനിൽ ഭയങ്കര ഫാൻസ് ഉണ്ട്. ഇമ്രാൻ ഖാൻ പോളിറ്റീഷ്യൻ ആയതിനു ശേഷം പ്രൈം മിനിസ്റ്റർ വരെയായി. ഇപ്പോ പാകിസ്ഥാനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മതി, ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഇമ്രാൻ ഖാൻ ആണ്. സോ ഇമ്രാൻ ഖാൻ പിന്നെയും ജയിക്കാൻ പാടില്ല എന്നതിന് വേണ്ടി എപ്പം നോക്കിയാലും ആളെ പിടിച്ചങ്ങ് ജയിലിടുക. ഇടയ്ക്ക് അവിടെ ഒരു ക്യാമ്പയിനിൽ പോയ സമയത്ത് ഒരാൾ അദ്ദേഹത്തിനെ വെടിവെച്ചു. അതിൽ നിന്നും രക്ഷപ്പെട്ടാണ് ഇപ്പോ അദ്ദേഹം അവിടെ ജീവിക്കുന്നത്. ബട്ട് ഇപ്പോ ഇമ്രാൻ ഖാൻ ജയിലിലാണ് ഇരിക്കുന്നത്. ആള് ചുമ്മാ ഒന്ന് തുമ്മിയാ മതി, അപ്പൊ തന്നെ ആളെ പിടിച്ച് ജയിലിടുക. അവിടെ മെയിൻ ചാർജ് എന്താന്ന് വെച്ചാൽ കറപ്ഷൻ ആണ്, അഴിമതി. സോ ഇമ്രാൻ ഖാൻ ഒരുപാട് അഴിമതിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ എപ്പോഴും ജയിലിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ഉള്ളത് ആരാന്ന് വെച്ചാൽ 2003 വേൾഡ് കപ്പ് ക്രിക്കറ്റ് കണ്ട എല്ലാവരുടെയും ഡ്രീം ക്രിക്കറ്റർ ഷെയ്ൻ വോർൺ ആണ്. സോ ഷെയ്ൻ വോർൺ ഇപ്പോ ജീവിച്ചിരിപ്പില്ല. ബട്ട് എന്നാലും ആള് ജീവിച്ചിരുന്ന സമയത്ത് പുള്ളി ചെയ്യാത്ത ഫണ്ണേ ഇല്ല.
സൗത്ത് ആഫ്രിക്കയിൽ മാച്ച് നടക്കുന്നതിന് മുന്നേ ഈ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യത്തില്ലേ, ആ ഡ്രഗ് ടെസ്റ്റിൽ ആൾക്ക് ഡ്രഗ്സ് ഒക്കെ ഭയങ്കര ഹൈ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇതെന്തോടെ തന്റെ ബ്ലഡിൽ ഡ്രഗ്സ് ഒക്കെ ഇത്രയും ഹൈ ആയിട്ടിരിക്കുന്നത്, താനെന്താ ഡ്രഗ്സ് വല്ല എടുത്തിട്ടുണ്ടോ ഈ മാച്ച് കളിക്കുന്നതിന് മുന്നേ എന്ന് ചോദിച്ചപ്പോൾ അതെ എടുത്തിട്ടുണ്ട്, ബട്ട് അത് എൻ്റെ അമ്മ കൊടുത്ത മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് ആളങ്ങ് രക്ഷപ്പെടാൻ നോക്കി. ബട്ട് അത് കേസായി, പ്രശ്നം സീരിയസ് ആയി. ഫൈനലി 1 വർഷം ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹത്തെ ബാൻ ചെയ്തു. ക്രിക്കറ്റിൽ നിന്ന് ബാൻ ചെയ്തപ്പോൾ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഓക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാനല്ലേ പാടില്ലാത്ത, എന്നാൽ ഈ 1 വർഷം ഞാൻ കമന്ററി കൊടുക്കാം എന്ന് പറഞ്ഞ് അതേ സ്റ്റേഡിയമിൽ ക്രിക്കറ്റ് കമന്ററി കൊടുത്തായിരുന്നു. ആക്ച്വലി ഷെയ്ൻ വാർണറെ കുറിച്ച് പറയണമെങ്കിൽ ഇതൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷെ എന്നാലും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് ഈ ഒരു ഒറ്റ കഥയിൽ ഞാൻ ചുരുക്കുവാണ്. ഓക്കെ, എനിക്കിപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ലിസ്റ്റിൽ എൻ്റെ ദൈവമേ ഈ പ്ലെയർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയ പ്ലെയർ ആരാണ് എന്നത് കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.